ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അഗ്രികൾച്ചറൽ ഇൻകം. അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ ടാക്സ് കാൽക്കുലേഷൻ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇത് നമ്മളുടെ ഫസ്റ്റ് മോഡ്യൂളിൻ്റെ ലാസ്റ്റ് പോർഷനാണ്. ഈ അഗ്രികൾച്ചറൽ ഇൻകം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫസ്റ്റ് മോഡ്യൂള് ഓവറാവും. അപ്പം നേരത്തെ നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകത്തിനെ കുറിച്ച് ഫസ്റ്റ് ക്ലാസ്സിൽ അതിൻ്റെ ടേംസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് അഗ്രികൾച്ചറൽ ഇൻകം എങ്ങനെയാണ് നമ്മൾ ടോട്ടൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്നും അതുപോലെ തന്നെ അതിൻ്റെ ടാക്സബിലിറ്റി, അതിൻ്റെ ലയബിലിറ്റി ടു ടാക്സ്, അതുപോലെ തന്നെ അതിൻ്റെ റേറ്റ് ഓഫ് ടാക്സ് കാൽക്കുലേഷൻ, ഈ കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. മുമ്പ് നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ അഗ്രികൾച്ചറൽ ഇൻകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്? ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് അല്ലെങ്കിൽ ബിൽഡിങ്, അതിൽ നിന്ന് എന്തെങ്കിലും റെന്റോ റവന്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ആ അഗ്രികൾച്ചറൽ ലാൻഡ് ഇന്ത്യയിലുള്ളതാണെങ്കിൽ ആ ഇൻകത്തിനെ നമ്മൾ എന്തായിട്ട് പറയുന്നു? അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് പറയുന്നു. ഇവിടെ അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് സെക്ഷൻ 2(1)(a) ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട് 1961 ആണ്. സെക്ഷൻ 2(1)(a)ൽ ഏതൊക്കെയാണ് അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, എനി റെന്റ് ഓർ റവന്യൂ ഡിറൈവ്ഡ് ഫ്രം ലാൻഡ് വിച്ച് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ്. ഇവിടെ പറയുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ലാൻഡ് എവിടെ ഉള്ളതായിരിക്കണം? ഇന്ത്യയിലുള്ള ലാൻഡ് ആയിരിക്കണം. അത് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കണം? അഗ്രികൾച്ചറൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളതാവണം. ആ അഗ്രികൾച്ചറിൽ നിന്ന്, അഗ്രികൾച്ചറൽ ഓപ്പറേഷനിൽ നിന്ന്, അഗ്രികൾച്ചറൽ ആക്ടിവിറ്റിയിൽ നിന്ന് നമുക്ക് റെന്റോ റവന്യൂയോ കിട്ടിയിട്ടുണ്ടായിരിക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ. എനി റെന്റ് ഓർ റവന്യൂ ഡിറൈവ്ഡ് ഫ്രം ദ ലാൻഡ് which is situated in India and is used for agricultural purpose. Second condition എന്താണ്? Any income derived from such land by agriculture operations including processing of agricultural produce so as to render it fit for the market or sale of such produce. അഗ്രികൾച്ചറൽ ഓപ്പറേഷനിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് മാർക്കറ്റിലേക്ക് വിൽക്കാൻ പാകത്തിനാക്കി കൊടുക്കുന്ന വരെയുള്ള പ്രോസസ്സ് വഴി അവർക്ക് എന്തെങ്കിലും ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഇൻകത്തിനെയും നമ്മൾ എന്തായിട്ട് പറയുന്നു? അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് പറയുന്നു. ദാറ്റ് ഈസ് ദ സെക്കൻഡ് കണ്ടീഷൻ. തേർഡ് വൺ എന്താണ്? എനി ഇൻകം attributable to a farmhouse subject to satisfaction of certain conditions specified in this regard in section 2(1)(a. ഒരു ഫാം ഹൗസ് ആണ്, ഒരു കൃഷിക്ക് വേണ്ടിയിട്ട് ഒരു ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഫാമിൽ നിന്ന് എന്തെങ്കിലും ഇൻകം കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ എന്തായിട്ട് പറയും? അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് പറയും. ആൻഡ് ദ ലാസ്റ്റ് കണ്ടീഷൻ, എനി ഇൻകം ഡിറൈവ്ഡ് ഫ്രം ദ സാപ്ലിങ്സ് ഓർ സീഡ്ലിങ്സ് ഗ്രോൺ ഇൻ എ നഴ്സറി ഷാൽ ബി ഡീംഡ് ടു ബി അഗ്രികൾച്ചറൽ ഇൻകം. നഴ്സറിയിൽ നമ്മൾ ഏതെങ്കിലും ചെറിയ പ്ലാന്റ്സോ അല്ലെങ്കിൽ വിത്ത് ഉപയോഗിച്ചുകൊണ്ട് പുതിയ ചെടികളോ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻകം കൂടി നമ്മൾ എന്തായിട്ട് പറയും? അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് പറയും. ഞാൻ വീണ്ടും പറയാം, സെക്ഷൻ 2(1)(a)ൽ ആദ്യം പറയുന്നത് എന്താണ്? ഇന്ത്യയിലുള്ള ലാൻഡിൽ നിന്ന് അഗ്രികൾച്ചറൽ ഓപ്പറേഷൻ നടത്തി റെന്റോ റവന്യൂ കിട്ടുകയാണെങ്കിൽ അതിന് അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് പറയും. രണ്ടാമത്തെ കണ്ടീഷനിൽ എന്താണ് പറയുന്നത്? അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് വീണ്ടും പ്രോസസ് ചെയ്തിട്ട് മാർക്കറ്റിലേക്ക് എത്തുന്ന വരെയുള്ള ഇൻകത്തിനെ, അങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം അയാൾക്ക് കിട്ടുന്ന ഇൻകത്തിനെയാണ് അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് പറയുന്നത്. തേർഡ് വൺ, ഫാം ഹൗസ് ഓപ്പറേഷനിൽ നിന്ന് ഇൻകം കിട്ടുകയാണെങ്കിൽ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും. ആൻഡ് ദ ലാസ്റ്റ് വൺ, നഴ്സറിയിൽ നിന്ന് അഗ്രികൾച്ചറൽ ഇൻകം കിട്ടുകയാണെങ്കിൽ അതിനെയും നമ്മൾ എന്തായിട്ട് പറയും? അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് പറയും. അഗ്രികൾച്ചറൽ ഇൻകം ക്വസ്റ്റ്യൻ എപ്പോഴും റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്.
ഇനി വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് ഈ അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ കാൽക്കുലേഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഏതൊക്കെയാണ് അഗ്രികൾച്ചറൽ ഇൻകം എന്നും ഏതൊക്കെയാണ് നോൺ അഗ്രികൾച്ചറൽ ഇൻകം എന്നും നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്ത് കിട്ടിയാൽ മാത്രമേ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ എക്സാമ്പിൾസ് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഏതൊക്കെയാണ് അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് പറയുന്നത്? ഇൻകം ഡിറൈവ്ഡ് ഫ്രം സെയിൽ ഓഫ് റീപ്ലാന്റഡ് ട്രീസ്. ഏതെങ്കിലും ട്രീസ്, ഏതെങ്കിലും ചെടികളോ അല്ലെങ്കിൽ മരങ്ങളോ വീണ്ടും റീപ്ലാന്റ് ചെയ്തു അതിൽ നിന്ന് എന്തെങ്കിലും ഇൻകം കിട്ടുകയാണെങ്കിൽ, സെയിൽ വഴി ഇൻകം കിട്ടുകയാണെങ്കിൽ അത് അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് പറയും. ഇൻകം ഫ്രം സെയിൽ ഓഫ് സീഡ്സ്, വിറ്റിട്ട് പൈസ കിട്ടുകയാണെങ്കിൽ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും. റെന്റ് റിസീവ്ഡ് ഫ്രം അഗ്രികൾച്ചറൽ ലാൻഡ്, അഗ്രികൾച്ചറൽ ലാൻഡ് പാട്ടത്തിനോ ലീസിനോ ഒക്കെ കൊടുത്തു കഴിഞ്ഞ് അതിൽ നിന്ന് റെന്റ് കിട്ടുകയാണെങ്കിൽ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് പറയും. അതുപോലെ തന്നെ ഇൻകം ഫ്രം ഗ്രോയിങ് ഫ്ലവേഴ്സ് ആൻഡ് ക്രീപ്പേഴ്സ്, ഏതെങ്കിലും ചെടികള് പൂക്കള് ഉൽപ്പാദിപ്പിക്കുക, അതുപോലെ തന്നെ ജൈവ വളങ്ങള്, ക്രീപ്പേഴ്സ് ഇഴജന്തുക്കളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഇൻകം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് പറയും, അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് പറയും. പ്രോഫിറ്റ്സ് റിസീവ്ഡ് ഫ്രം എ പാർട്ട്ണർ ഫ്രം എ ഫേം എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ഓർ ആക്ടിവിറ്റീസ്, ഏതെങ്കിലും ഒരു അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഫേമിലൊരു പാർട്ട്ണറാണ്, അതുവഴി ആ ഫേമിന്റെ പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യും, അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ദാറ്റ് എ പാർട്ട്ണർ ഫ്രം എ ഫേം എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചറൽ ഓപ്പറേഷൻ റിസീവ്സ്. നേരത്തെ നമ്മൾ പറഞ്ഞത് എന്താണ്, അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഫേമാണ്, ആ ഫേമിന്റെ പാർട്ട്ണറായിട്ട് അയാൾക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അത് അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് പറയും. ഇവിടെ പറയുന്നത് എന്താണ്, അങ്ങനത്തെ ഫേമില് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതുമേ ഇൻട്രസ്റ്റ് കിട്ടുകയാണെങ്കിൽ അതും നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും, അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പൊ ഇത് ഏകദേശം നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് കിട്ടിയാൽ മാത്രമേ നമ്മുടെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ എക്സാമ്പിൾസ് നമുക്ക് മനസ്സിലായി. ഇതുപോലെ തന്നെ നോൺ അഗ്രികൾച്ചറൽ ഇൻകം ഏതാണെന്ന് നമുക്ക് അറിയണം. എന്നാൽ മാത്രമേ നമുക്ക്, അതായത് അതിന്റെ ഒരു വേർതിരിവ്, അഗ്രികൾച്ചറൽ ഇൻകം നോൺ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് നമുക്ക് എങ്ങനെയൊക്കെ വേർതിരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നേരത്തെ പറഞ്ഞതിൽ അഗ്രികൾച്ചറൽ ഇൻകം മനസ്സിലായി. ഇതുപോലെ തന്നെ ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ചില ഇൻകം ഉണ്ട്, പക്ഷെ അത് എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുള്ളൂ, നോൺ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. ആ ഇൻകംസ് ഒക്കെ ഏതാണ്, പോൾട്രി ഫാമിംഗ്, കോഴി വളർത്തല്, അത് ഒരിക്കലും നമുക്ക് എന്തായിട്ട് കണക്കാക്കാൻ പറ്റില്ല, അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. ബീ ഹൈവിംഗ്, തേനീച്ച വളർത്തല് നോൺ അഗ്രികൾച്ചറൽ ഇൻകം ആണ്. Any dividend that an organization pays from its agricultural income, agricultural ഇൻകത്തിൽ നിന്ന് ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ഓർഗനൈസേഷൻ ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ടാ ട്രീറ്റ് ചെയ്യുള്ളൂ, നോൺ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ടേ ട്രീറ്റ് ചെയ്യുള്ളൂ. നെക്സ്റ്റ് വൺ, സെയിൽ ഓഫ് സ്പോണ്ടേനിയസ്ലി ഗ്രോൺ ട്രീസ്. വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മൾ മരങ്ങൾ കൂടുതൽ ഒന്നിൽ നിന്ന് വീണ്ടും പ്രത്യുൽപാദിപ്പിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന സെയിലിനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ, നോൺ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. ഇൻകം ഫ്രം ഡയറി ഫാമിംഗ്, പാല്, ഡയറി ഫാമിംഗ് റിലേറ്റഡ് ടു ദ മിൽക്ക് പ്രൊഡക്ഷൻ, അത് നമ്മൾ ഒരിക്കലും എന്തായിട്ട് ട്രീറ്റ് ചെയ്യില്ല, അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല, അത് നോൺ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. നെക്സ്റ്റ് വൺ, ഇൻകം ഫ്രം സോൾട്ട് പ്രൊഡ്യൂസ്ഡ് after the land has flooded with sea water. sea water flood, അതായത് നമുക്ക് എന്താ പറയാ, പ്രളയം, കൂടുതലായിട്ട് വെള്ളം, കടൽ വെള്ളം നമ്മുടെ ഏരിയയിലേക്ക് വന്ന് ആ കടൽ വെള്ളം വന്നതിൽ നിന്ന് നമ്മൾ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ, പ്രളയം മൂലം വന്നിട്ടുള്ള കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ടാണ് പറയുക, നോൺ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ടാണ് പറയുക. പർച്ചേസ് ഓഫ് സ്റ്റാൻഡിങ് ക്രോപ്പ്,
സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ നമ്മളുടെ ഓർഗനൈസിങ് ക്രോപ്സിനെയാണ് സ്റ്റാൻഡിങ് ക്രോപ്സ് എന്ന് പറയുന്നത്. നമുക്ക് എനർജി തരാൻ പവർ തരുന്ന ക്രോപ്സിനെ. അങ്ങനെയുള്ള ക്രോപ്സ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റില്ല, നോൺ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ റോയൽറ്റി ഇൻകം ഫ്രം മൈൻസ്, മൈനിൽ നിന്ന് മൈൻ റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ക്വാറീസ് അങ്ങനെയുള്ള മൈൻ ഏരിയാസ്, ഇപ്പോൾ ഓയിൽ ആയിരിക്കാം, മിനറൽസ് ആയിരിക്കാം, അങ്ങനെയുള്ളതിനൊരു റോയൽറ്റി ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും എന്തായിട്ട് പറയില്ല, അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് പറയില്ല, അതിനെ നോൺ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇൻകം ഫ്രം ബട്ടർ ആൻഡ് ചീസ് മേക്കിംഗ്, നേരത്തെ ഞാൻ പറഞ്ഞു ഡയറി ഫാമിങ് നോൺ അഗ്രികൾച്ചറൽ ഇൻകം ആണ്. ബട്ടർ ആൻഡ് ചീസ് മേക്കിംഗ് ഓൾസോ എന്താണ്, നോൺ അഗ്രികൾച്ചറൽ ഇൻകം ആണ്. Receipts from TV serial shooting in a farm house, നമ്മുടെ ഫാം ഹൗസിൽ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഫാം ഹൗസിലുള്ള ഇൻകം അഗ്രികൾച്ചറൽ ഇൻകം ആണ്. അതേസമയം ഫാം ഹൗസ് TV സീരിയലിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി കൊടുത്ത് അതിൽ നിന്ന് എന്തെങ്കിലും ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ, നോൺ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. ഇത് കാണാണ്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് അറിയേണ്ടി വരും ഇത് അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ടാണോ കണക്കാക്കുക അതെയോ നോൺ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ടാണോ കണക്കാക്കുക. അതിനുള്ള ഒരു അറിവ് നിങ്ങൾ ഈ എക്സാമ്പിൾസ് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കണം. ഇനി നമ്മുടെ അടുത്ത ചോദ്യം, അഗ്രികൾച്ചറൽ ഇൻകം ടാക്സബിൾ ആണോ അല്ലേ? അഗ്രികൾച്ചറൽ ഇൻകം ഒരിക്കലും ടാക്സബിൾ അല്ല. എക്സെംപ്റ്റഡ് ഇൻകം ആണ് അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത്. As per section 10(1) of the Income Tax Act 1961, agricultural income is exempted from taxation. നമുക്ക് എക്സംഷൻ കിട്ടുന്ന സെക്ഷൻ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. സെക്ഷൻ 10(1) പ്രകാരമാണ് അഗ്രികൾച്ചറൽ ഇൻകം എക്സെംപ്റ്റഡ് ആയിട്ടുള്ളത്. അപ്പം നമുക്ക് എക്സംഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 10 മൊത്തമായിട്ട് നമ്മൾ ഇതിൽ പഠിക്കേണ്ടതാണ്. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് സെക്ഷൻ 10-ലെ ഒരു 5 or 6 അല്ലെങ്കിൽ 7-8 എക്സെംപ്റ്റഡ് ഇൻകംസ് ഏതാന്ന് എഴുതാനായിട്ട് വരാറുണ്ട്. അപ്പോൾ സെക്ഷൻ 10(1) പറയുന്ന ഒരു എക്സെംപ്റ്റഡ് ഇൻകം ആണ് ഇത് അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത്. The central government cannot levy tax on the agricultural income received. ഒരിക്കലും അഗ്രികൾച്ചറൽ ഇൻകത്തെ സെൻട്രൽ ഗവൺമെന്റ് ടാക്സ് ഈടാക്കുന്നില്ല. However, agricultural income is considered for rate purpose while assessing the income tax liability if the following two conditions are met. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അഗ്രികൾച്ചറൽ ഇൻകം ടാക്സബിൾ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല. എക്സംഷൻ ഉണ്ട് എന്നുണ്ടെങ്കിലും ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകം കൺസിഡർ ചെയ്യണം. അതുകൊണ്ടാണ് അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കണം എന്ന് പറഞ്ഞതിന്റെ കാരണം ഇതാണ്. അതായത് ടാക്സബിൾ ഇൻകം അല്ല അഗ്രികൾച്ചറൽ ഇൻകം എന്നുണ്ടെങ്കിലും ഒരു ആളുടെ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, അഗ്രികൾച്ചറൽ ഇൻകം കൂടി കൺസിഡർ ചെയ്യണം. ഇങ്ങനെ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന 2 കണ്ടീഷൻസ് ഫോളോ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് താഴെ പറയുന്ന 2 കണ്ടീഷൻസ് എന്ന് പറയുന്നത്? First one, net agricultural income is greater than ₹5,000 for the previous year. നമ്മുടെ പ്രീവിയസ് ഇയറിൽ അഗ്രികൾച്ചറൽ ഇൻകം 5000-നേക്കാൾ കൂടുതൽ ഉണ്ടായിരിക്കണം. ശ്രദ്ധിക്കാൻ, the amount limit is 5,000. മിനിമം 5,000, കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, total income excluding net agricultural income surpasses the basic exemption limit ₹2,50,000 for individuals below 60 years of age and ₹3 lakh for individuals above 60 years and below 80 years of age. Senior citizen ₹5 lakh for individuals above 80 years of age. That is the super senior citizen. ഇവിടെ എന്താണ് പറയുന്നത്? ടോട്ടൽ ഇൻകത്തിൽ എക്സ്ക്ലൂഡിംഗ് ദ നെറ്റ് അഗ്രികൾച്ചറൽ ഇൻകം ദ ബേസിക് എക്സംഷൻ ലിമിറ്റ്. ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യും. എന്തൊക്കെയാണ് എക്സ്ക്ലൂഡ് ചെയ്യുന്നത്? നെറ്റ് അഗ്രികൾച്ചറൽ ഇൻകം
അതുപോലെ തന്നെ ബേസിക് എക്സംഷൻ. ഈ ബേസിക് എക്സംഷൻ എന്ന് പറഞ്ഞാൽ 60 വയസ്സ് വരെയുള്ള ഇൻഡിവിജ്വൽസിനാണെങ്കിൽ 2.5 ലക്ഷം, 60നും 80നും ഇടയിലുള്ള പ്രായമാണെങ്കിൽ 3 ലക്ഷം, ദാറ്റ് ഈസ് ദ സീനിയർ സിറ്റിസൺ. 80ന് മേലെയുള്ളവരെ സൂപ്പർ സീനിയർ സിറ്റിസൺ എന്നാണ് പറയുന്നത്. അവരുടെ ലിമിറ്റ് എന്ന് പറയുന്നത് 5 ലക്ഷം. അപ്പൊ ഇതെല്ലാവരും നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. നമ്മുടെ ടാക്സിന്റെ സ്ലാബ് ആണ് പറയുന്നത്. 60 വയസ്സിൽ താഴെയാണെങ്കിൽ 2.5, 60നും 80നും ഇടയിലാണെങ്കിൽ 3, 80ന് മേലെയാണെങ്കിൽ സൂപ്പർ സീനിയേഴ്സ് ആണ്, അപ്പൊ 5 ലക്ഷം. ഇത് നമുക്ക് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്ത് കിട്ടുന്നുണ്ട്? എക്സ്ക്ലൂഡ് ചെയ്ത് കിട്ടുന്നുണ്ട്. നെറ്റ് അഗ്രികൾച്ചറൽ ഇൻകവും അതുപോലെ തന്നെ എക്സംഷൻ ലിമിറ്റും നമ്മൾ കൺസിഡർ ചെയ്യണം. ഈ 2 കണ്ടീഷൻസ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആണ് നമ്മൾ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്? ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്, ലെറ്റ് us regard agricultural income as X and the other income as Y, tax computed on X plus Y, that is B1. അതായത് അഗ്രികൾച്ചറൽ ഇൻകം എത്ര എമൗണ്ട് ഉണ്ടോ അതിനെ നമ്മൾ X ആയിട്ട് പറയും. മറ്റുള്ള ഇൻകം ഏതാണ് ഈ അതർ ഇൻകം എന്ന് പറയുന്നത്? ഞാൻ മുൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 ഹെഡ്: ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ആൻഡ് അതർ ഇൻകം. ഇതാണ് അതർ ഇൻകം എന്ന് പറയുന്നത്. ഇതെല്ലാം ചേർന്നതിനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? Y ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പൊ അഗ്രികൾച്ചറൽ ഇൻകത്തിനെ X ആയിട്ടും അതർ ഇൻകത്തിനെ Y ആയിട്ടും നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് X plus Y യുടെ ടാക്സ് കാൽക്കുലേഷൻ ചെയ്യണം. ദാറ്റ് ഈസ് B1. X plus Y കൂട്ടിയിട്ട് അത് എത്ര എമൗണ്ട് ഉണ്ടോ അതിന്റെ ടാക്സ് കമ്പ്യൂട്ട് ചെയ്ത് വെക്കുക. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ കിട്ടുന്ന ആൻസർ ആണ് B1 എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ്, let us regard basic exemption slab for income tax payment as A, tax computed on A plus X, that is B2. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് പറയുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞു എക്സംഷൻ സ്ലാബ് ഉണ്ട്. അതായത് 60 വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ 2.5, 60നും 80നും പ്രായമുള്ളവരാണെങ്കിൽ 3, 80ൽ മേലെയുള്ളവരാണെങ്കിൽ 5. ഇതാണ് എക്സംഷൻ സ്ലാബ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? A എന്ന് പറയുന്നത്. ഈ A എന്ന് പറയുന്ന എക്സംഷൻ സ്ലാബ് പ്ലസ് അഗ്രികൾച്ചറൽ ഇൻകം, അതുമായി നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? ടാക്സ് കമ്പ്യൂട്ട് ചെയ്യണം. അതാണ് B2. അപ്പൊ ആദ്യം പറയുന്നത് X plus Y യുടെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് B1. സെക്കൻഡ് സ്റ്റെപ്പില് എക്സംഷൻ സ്ലാബും അഗ്രികൾച്ചറൽ ഇൻകവും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് ദ B2. തേർഡ് സ്റ്റെപ്പ് എന്താണ്? ദ ആക്ച്വൽ ഇൻകം ടാക്സ് ലയബിലിറ്റി ഷാൽ ബി B1 മൈനസ് B2. ടാക്സ് ലയബിലിറ്റി ഏതാണ്? B1 കിട്ടിയിട്ടുണ്ട്, B2 കിട്ടിയിട്ടുണ്ട്. അത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും അയാളുടെ ഇൻകം ടാക്സ് ലയബിലിറ്റി. അപ്പൊ ഈ പ്രൊസീജിയർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ഒരു SSCയുടെ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഇവിടെ ഒരു നോട്ട് തന്നിട്ടുണ്ട്. ഇഫ് ദ ഇൻഡിവിജ്വൽസ് അഗ്രിഗേറ്റ് അഗ്രികൾച്ചറൽ ഇൻകം ഈസ് അപ് ടു ₹5,000, the individual will have to disclose the agricultural income in the income tax return. നേരത്തെ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ എന്താണ്? അഗ്രികൾച്ചറൽ ഇൻകം 5000 രൂപയിൽ കൂടുതൽ വേണം. ഇവിടെ എന്താണ് പറയുന്നത്? അയാളുടെ അഗ്രികൾച്ചറൽ ഇൻകം 5000ൽ താഴെയാണെങ്കിൽ അദ്ദേഹം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അതില് അദ്ദേഹത്തിന്റെ അഗ്രികൾച്ചറൽ ഇൻകം ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ഇൻ കേസ് ദ agricultural income crosses ₹5,000, the individual will have to disclose the agricultural income in income tax return 2, ITR 2. അപ്പോൾ 5000ൽ താഴെയാണെങ്കിൽ ഒരു SSC അയാളുടെ അഗ്രികൾച്ചറൽ ഇൻകം ഏത് ഫോമിലാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്? ITRലും. 5000ൽ മേലെയാണ് അദ്ദേഹത്തിന്റെ അഗ്രികൾച്ചറൽ ഇൻകം എന്നുണ്ടെങ്കിൽ ITR 2ലുമാണ് അദ്ദേഹം അഗ്രികൾച്ചറൽ ഇൻകം ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ പറയുന്ന സെക്ഷൻ 54B എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. എന്താണ് ഈ സെക്ഷൻ 54Bയിൽ പറയുന്നത്? ആസ് പെർ ദ ഇൻകം ടാക്സ് ആക്ട് 1961 ഒരു റിലീഫ് പറയുന്നുണ്ട്. സെക്ഷൻ 54B പ്രകാരം
ടാക്സ് പേയർക്ക് ഒരു റിലീഫ് ഉണ്ട്. എന്താണ് ഈ റിലീഫ് എന്ന് പറയുന്നത്? Section 54B of the Income Tax Act 1961 provides relief to taxpayers who sell their agricultural land and use the sale proceeds to acquire another agricultural land. ഒരാൾക്കൊരു അഗ്രികൾച്ചറൽ ലാൻഡ് ഉണ്ടായിരുന്നു. അയാളത് വിറ്റിട്ട് വിൽക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായിരിക്കും. ആ എമൗണ്ട്, അഗ്രികൾച്ചറൽ ലാൻഡ് വിറ്റിട്ട് കിട്ടിയിട്ടുള്ള എമൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് വീണ്ടും ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് വാങ്ങിക്കുകയാണെങ്കിൽ സെക്ഷൻ 54B പ്രകാരം ടാക്സ് പേയർക്ക് ടാക്സ് ലൈബിലിറ്റിയിൽ റിലീഫ് കിട്ടും. അപ്പൊ ആ കണ്ടീഷൻ എന്താണ് പറയുന്നത്? ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് വിറ്റിട്ട് വേറൊരു അഗ്രികൾച്ചറൽ ലാൻഡ് വാങ്ങിക്കുകയാണെങ്കിലാണ് സെക്ഷൻ 54B പറയുന്ന റിലീഫ് ഒരു SSCക്ക് കിട്ടുന്നത്. To claim tax benefit under section 54B of the Income Tax Act, the following conditions will have to be satisfied. ഇനി സെക്ഷൻ 54B പ്രകാരം ഒരു SSCക്ക് റിലീഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ഫോളോ ചെയ്യണം? This benefit can only be claimed by an individual or a Hindu undivided family. Persons എന്ന് പറയുന്നതിൽ കുറച്ച് കാറ്റഗറീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാ കാറ്റഗറി? ഇൻഡിവിജ്വൽ, Hindu undivided family, joint stock company, firm, artificial persons. ഇതൊക്കെയാണ് നമ്മൾ പേഴ്സൺസ് എന്ന് പറയുന്ന ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിലെല്ലാ പേഴ്സൺസിനും ഈ റിലീഫ് കിട്ടില്ല. ആർക്ക് മാത്രമേ കിട്ടുള്ളൂ? ഇൻഡിവിജ്വൽസിനും ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിക്കും മാത്രമേ സെക്ഷൻ 54B പറയുന്ന റിലീഫ് കിട്ടുള്ളൂ. സെക്കൻഡ് കണ്ടീഷൻ എന്താണ് പറയുന്നത്? The agricultural land should be used by the individual or his or her parents for agricultural purpose for at least 2 years immediately preceding the date on which the exchange of land occurred. കൈമാറ്റം ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള 2 വർഷങ്ങളിൽ അയാളോ അയാളുടെ പാരൻസോ ഈ ലാൻഡ് അഗ്രികൾച്ചറൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കണം. ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആണെങ്കിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലെ ഏതെങ്കിലും മെമ്പേഴ്സ് തൊട്ട് മുമ്പുള്ള 2 വർഷം ഇത് അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കണം. ദാറ്റ് ഈസ് ദ സെക്കൻഡ് കണ്ടീഷൻ. ആൻഡ് ദ തേർഡ് വൺ, the taxpayer should purchase another agricultural land within 2 years from the date of selling the old one. പഴയ ലാൻഡ് വിറ്റിട്ട് 2 വർഷത്തിനുള്ളിൽ പുതിയ അഗ്രികൾച്ചറൽ ലാൻഡ് വാങ്ങിയാൽ മാത്രമേ അദ്ദേഹത്തിന് സെക്ഷൻ 54B പറയുന്ന റിലീഫ് കിട്ടുള്ളൂ. Okay, these are the 3 important conditions. In case it is an incident of compulsory acquisition, the period of acquiring new agricultural land will be assessed from the date of receipt of compensation. ഇനി കമ്പൽസറി അക്വിസിഷൻ ആണ്. എപ്പോഴാണ് കമ്പൽസറി അക്വിസിഷൻ എന്ന് പറയുന്നത്? എന്തെങ്കിലും ഒരു ലൈബിലിറ്റി കൊടുത്ത് തീർക്കാത്ത സന്ദർഭത്തിൽ ബോറോവർ നമ്മളുടെ കയ്യിൽ നിന്ന് കമ്പൽസറി ആയിട്ട് അഗ്രികൾച്ചറൽ ലാൻഡ് എടുത്തു കൊണ്ടുപോവുകയാണെങ്കിൽ ആ പീരീഡിൽ എന്നാണോ നമുക്ക് കോമ്പൻസേഷൻ കിട്ടിയിട്ടുള്ളത് ആ കോമ്പൻസേഷൻ ഡേറ്റ് തുടങ്ങിയിട്ട് 2 വർഷമാണ് എക്വയറിംഗിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. It must be noted that under section 1037 capital gain shall not be chargeable to tax if agricultural land is compulsorily acquired under any law and the consideration of which is approved by the central government or banking regulator and received on or after 1/4/2004. ഇവിടെ പറയുന്ന സെക്ഷൻ 1037 എന്താണ് പറയുന്നത്? ക്യാപിറ്റൽ ഗെയിൻ ഷാൽ നോട്ട് ബി ചാർജബിൾ ടു ടാക്സ്. ഒരിക്കലും ടാക്സ് ചാർജ് ചെയ്യാനായിട്ട് എടുക്കാൻ പറ്റില്ല. ഇഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ഈസ് കമ്പൽസറിലി എക്വയർഡ് അണ്ടർ എനി ലോ, അതായത് കമ്പൽസറി ആയിട്ട് ഏതെങ്കിലും നിയമപ്രകാരം എക്വയർ ചെയ്യണമെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയിട്ടുള്ളത് ഒരിക്കലും ടാക്സ് ചാർജ് ചെയ്യാനായിട്ട് പാടില്ല. ഈ കൺസിഡറേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആര് അപ്രൂവ് ചെയ്യണം? സെൻട്രൽ ഗവൺമെന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്കിങ് റെഗുലേറ്ററോ 1/4/2004 ശേഷം കിട്ടിയിട്ടുള്ളതാണെങ്കിൽ ഇവർ അപ്രൂവ് ചെയ്താൽ മാത്രമേ 1037 ബെനിഫിറ്റ് ഇയാൾക്ക് കിട്ടുള്ളൂ. ഇപ്പൊ സെക്ഷൻ 54B പറയുന്നത് അഗ്രികൾച്ചറൽ ടാക്സിന്റെ റിലീഫ് പോർഷൻ ആണ്. കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യുക, ശ്രദ്ധിച്ച് പഠിക്കാനായിട്ട് നോക്കാം. ഇനി ഈ
ഇൻകം എന്ന് പറയുന്നത്, അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത് ചില സന്ദർഭങ്ങളിൽ പാർട്ട്ലി അഗ്രികൾച്ചറും പാർട്ട്ലി നോൺ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ഇൻകത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ആ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്ന് അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ടും ഒന്നിന് നോൺ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ടും ഡിവൈഡ് ചെയ്തതിന് ശേഷം മാത്രമേ അഗ്രികൾച്ചറൽ ലാൻഡിന്റെ ടാക്സ് ലയബിലിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രോബ്ലം വൈസ് ചോദ്യങ്ങൾ മിക്കവാറും വരാം ഈ പാർട്ട്ലി അഗ്രികൾച്ചറും പാർട്ട്ലി നോൺ അഗ്രികൾച്ചറും ആയിരിക്കും. അപ്പോൾ income comprises of both agricultural as well as non-agricultural income. Such a situation arises in case of certain agro-based industries. Agro-based industries വരുമ്പോഴാണ് ഈ പാർട്ട്ലി അഗ്രികൾച്ചറൽ പാർട്ട്ലി നോൺ അഗ്രികൾച്ചറൽ വരാം. ഒരു എക്സാമ്പിൾ പറയാം, തേയില. നമുക്കറിയാം തേയില വളർത്തുന്നത് എന്ന് പറയുന്നത് കൾട്ടിവേഷൻ ഓഫ് ദ ടീ ലീവ്സ്, അതെന്താണ്? അഗ്രികൾച്ചറൽ ആണ്. പക്ഷെ ആ ഓണർക്ക് തന്നെ, ആ ടീ എസ്റ്റേറ്റിന്റെ ഓണർക്ക് തന്നെ ഒരു ഇൻഡസ്ട്രി ഉണ്ട്. ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്താണ്? ഈ തേയില ടീ പൗഡർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു വ്യവസായം, ഒരു ഇൻഡസ്ട്രി, മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. അപ്പൊ അയാൾ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് അയാളുടെ എസ്റ്റേറ്റിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ടീ ലീവ്സ് ആണ്. ഈ ടീ ലീവ്സ് ആണ് പിന്നീട് ടീ പൗഡർ ആയിട്ട് അയാൾ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഇൻഡസ്ട്രിയൽ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റിനെ മാനുഫാക്ചർ ചെയ്തിട്ട് കമേഴ്ഷ്യൽ പ്രൊഡക്റ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെയാണ് രണ്ട് തരത്തിലുള്ള ഇൻകം എന്ന് പറയുന്നത്. അതായത് അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ട്, അതുപോലെ തന്നെ നോൺ അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ട്. അപ് ടു ദ റോ മെറ്റീരിയൽ, ദാറ്റ് ഈസ് അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ്. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഈസ് എ കമേഴ്ഷ്യൽ പ്രൊഡക്റ്റ്. അപ്പൊ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റിനെ ആയിട്ടുള്ള റോ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു കമേഴ്ഷ്യൽ പ്രൊഡക്റ്റ് ആയിട്ട് മാറ്റാം. ഇങ്ങനത്തെ കേസിലാണ് എന്തുണ്ടാകുന്നത്? പാർട്ട്ലി അഗ്രികൾച്ചറൽ പാർട്ട്ലി നോൺ അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ടാകുന്നത്. സോ agro-based industries where agricultural produce is used as raw material and it is produced by the same person who manufactures industrial product by using such raw material. ഇപ്പോൾ ഷുഗർ കെയിൻ ആയിരിക്കാം, കോഫി ആയിരിക്കാം. അപ്പോൾ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റിനെ അദ്ദേഹം തന്നെ അതിനെ കമേഴ്ഷ്യൽ പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് ഈ രണ്ട് ഇൻകം വരാം. Such industries earn income by selling the industrial product manufactured from self-grown agricultural raw material. അപ്പോൾ അയാൾക്ക് അയാളുടെ അഗ്രികൾച്ചറൽ ലാൻഡിൽ നിന്ന് കിട്ടുന്ന റോ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് കമേഴ്ഷ്യൽ പ്രൊഡക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് ആയിട്ട് അയാൾക്ക് വിറ്റിട്ട് കാശ് കിട്ടുന്നതിനെയാണ് ഈ തരത്തിൽ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ എക്സ് ഈസ് ദ ഓണർ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലത്തെ ഒരു അഗ്രികൾച്ചറൽ ഉള്ള ഒരു ഓണറുടെ പേരാണ് മിസ്റ്റർ എക്സ്. അയാൾ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹി പ്രൊഡ്യൂസസ് ഷുഗർ കെയിൻ ബൈ സ്പെൻഡിങ് ₹2 lakh. അയാൾ ഷുഗർ കെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന് അയാൾക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ₹2 lakh. 2 ലക്ഷം രൂപ മുതൽ മുടക്കിയിട്ടാണ് അയാൾ ഷുഗർ കെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫർദർ എക്സ് സെറ്റ് അപ്പ് an industrial undertaking to manufacture sugar from sugar cane so produced. ഈ ഷുഗർ കെയിനിൽ നിന്ന് അയാൾക്ക് ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ഉണ്ട്. അവിടെ അയാൾ എന്താണ് ചെയ്യുന്നത്? ഈ ഷുഗർ കെയിൻ എന്ന് പറയുന്ന റോ മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ട് ഷുഗർ മാനുഫാക്ചർ ചെയ്യുകയാണ് ചെയ്യുന്നത്. Accordingly, he uses the all quantity of sugar cane for producing sugar and spends ₹2,50,000 as industrial expenses. അപ്പൊ നിങ്ങൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ട്. ടോട്ടൽ കോസ്റ്റ് എങ്ങനെയാ കണ്ടുപിടിക്കുക? റോ മെറ്റീരിയൽസ് പ്ലസ് അതുപോലെ തന്നെ ഓവർഹെഡ്, പ്രൊഡക്ഷൻ ഓവർഹെഡ് എക്സ്പെൻസസ്, ഫിക്സഡ് ഉണ്ടായിരിക്കാം, വേരിയബിൾ ഓവർഹെഡ് ഉണ്ടായിരിക്കാം. ഇതെല്ലാം ചേർത്ത് വെക്കുമ്പോഴാണ് ടോട്ടൽ കോസ്റ്റ് ഉണ്ടാവുക. അപ്പൊ ഇദ്ദേഹത്തിന് റോ മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി 2 ലക്ഷവും മറ്റുള്ള മാനുഫാക്ചറിങ് എക്സ്പെൻസസിന് 2,50,000 ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ്? 2 ലക്ഷം പ്ലസ് 2,50,000, അതായത് 4,50,000 ചെലവാക്കിയിട്ടുണ്ട്. He ultimately sells the sugar so produced for ₹7 lakh. 4.5 ലക്ഷം രൂപ ചെലവാക്കി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് അയാൾ എത്ര രൂപയ്ക്ക് വിറ്റിട്ടുണ്ട്? 7 ലക്ഷം രൂപയ്ക്കാണ് വിറ്റിട്ടുള്ളത്. സോ വാട്ട് ഈസ് ദ പ്രോഫിറ്റ്? നിങ്ങൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുള്ളതാണ്. എത്രയാണ് പ്രോഫിറ്റ്? 7 ലക്ഷം മൈനസ് 4.5 ലക്ഷം.
അതായത് 2.5 ലക്ഷം അയാൾക്ക് എന്താണ്. അപ്പോ അത് ആ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലുള്ള കാൽക്കുലേഷൻ തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എന്താണ്, സെയിൽസ് പ്രൊസീഡ്സിൽ നിന്ന് ടോട്ടൽ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ടോട്ടൽ ഇൻകം എത്രയാണ്, 2,50,000. The above total income of Mr. X is the composite income comprising of agricultural income and non-agricultural income. അതായത് 2,50,000 എന്ന് പറയുന്നത് ടോട്ടൽ കമേഴ്ഷ്യൽ ഇൻകം അല്ല, അതില് അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ട്, അതുപോലെ തന്നെ നോൺ അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ട് അല്ലേ. അപ്പോ the income attributable to agricultural operation is agricultural income and the income attributable to industrial operation is non-agricultural income. അപ്പോൾ ടോട്ടൽ ഇൻകം ആയിട്ടുള്ള 2,50,000 നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം, എത്രയാണ് അഗ്രികൾച്ചറൽ ഇൻകം, അതുപോലെ തന്നെ എത്രയാണോ നോൺ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് കൺവേർട്ട് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ചില റൂള് പ്രകാരം ഇത്ര പ്രൊപ്പോർഷൻ അഗ്രികൾച്ചറൽ ഇൻകം എന്നും ഇത്ര പ്രൊപ്പോർഷൻ ബിസിനസ് ഇൻകം എന്നും നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു സ്ലാബ് പറയുന്നുണ്ട്. ഈ സ്ലാബ് എല്ലാവരും നോട്ട് ചെയ്യുക. എന്നിട്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ ടോട്ടൽ ഇൻകത്തിലെ എത്ര പോർഷൻ അഗ്രികൾച്ചറൽ ഇൻകം എത്ര പോർഷൻ ബിസിനസ് ഇൻകം എന്ന് കൺവേർട്ട് ചെയ്യേണ്ടത്. The rule is the concept of differentiating the rule, that is the crop. അപ്പോൾ എന്ത് ക്രോപ്പാണോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ക്രോപ്പിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് എത്ര ശതമാനം അഗ്രികൾച്ചറൽ ഇൻകം ആയിരിക്കും, എത്ര ശതമാനം ബിസിനസ് ഇൻകം ആയിരിക്കും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വൺ ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് ടീ. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ടീ ആണെങ്കിൽ അതിൻ്റെ സ്ലാബ് നമ്മളോട് പറയുന്നത് റൂൾ 8 ആണ്. അഗ്രികൾച്ചറൽ ഇൻകം 60%, ബിസിനസ് ഇൻകം 40%. റബ്ബർ ആണെങ്കിൽ റൂൾ 7A ആണ് നമ്മളോട് സ്ലാബിനെ കുറിച്ച് പറയുന്നത്. അഗ്രികൾച്ചറൽ ഇൻകം 65%, ബിസിനസ് ഇൻകം 35% ആണ്. കോഫി ആണെങ്കിൽ 7B1 ആണ് പറയുന്നത് 75%, അതുപോലെ തന്നെ 25%. ഇനി കോഫി എന്ന് പറയുന്നത് നമ്മൾ ഫ്ലേവർ ഒക്കെ ചേർത്തിട്ട് വേറൊരു പ്രത്യേക ഒരു കോഫി പൗഡർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി റോസ്റ്റഡ് ആണ്, ക്യൂർഡ് ആണ്, അത് അങ്ങനെ തന്നെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 75-25 ആണ്. അതേസമയം നമ്മൾ വേറെ ഏതെങ്കിലും ഫ്ലേവേഴ്സ് ആഡ് ചെയ്തുകൊണ്ട് വേറൊരു പ്രൊഡക്റ്റ് ആയിട്ട് മാറ്റുകയാണെങ്കിൽ, കോഫി പൗഡർ ഉപയോഗിച്ച് വേറെ എന്തെങ്കിലും ആക്കിയിട്ട് മാറ്റുകയാണെങ്കിൽ 60%, 40% ആണ് നമ്മുടെ സ്ലാബ്. റൂള് 7B1A ആണ്. ഇത് നിങ്ങളെ ഏകദേശം വൺ വേർഡ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കണക്കുകളിൽ ഈ സ്ലാബ് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 60 ഇയേഴ്സിന് താഴെയുള്ള ആൾക്കാരാണെങ്കിൽ 2.5 ലക്ഷം വരെ എക്സംപ്റ്റഡ് ആണ്. അതുപോലെ തന്നെ 60 to 80 ആണെങ്കിൽ 3 lakh എന്ന് പറഞ്ഞു. എബവ് 80 ആണെങ്കിൽ 5 lakh എന്ന് പറഞ്ഞു. അത് മാത്രം നമ്മൾ നോക്കിയാൽ പോരാ, നമുക്ക് എത്രത്തോളമാണ് ടാക്സ് റേറ്റ് എന്നും കൂടി നമുക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ടാക്സ് ലൈബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആണ്, അല്ലെങ്കിൽ AOPO അല്ലെങ്കിൽ BOI ആണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ 2,50,000 വരെ ടാക്സ് ഇല്ല. 2,50,000 തുടങ്ങിയിട്ട് 5 ലക്ഷം വരെ ആണെങ്കിൽ 5% ആയിരിക്കും ടാക്സ്. അതായത് ഒരാളുടെ ഇൻകം എന്ന് പറയുന്നത് 5 ലക്ഷം ആണെങ്കിൽ ആദ്യത്തെ 2.5 ലക്ഷത്തിന് ടാക്സ് ഇല്ല. പിന്നത്തെ 5 ലക്ഷം വരെ, അതായത് 2.5 മുതൽ 5 ലക്ഷം വരെ എത്രയാണ്, 2.5 ലക്ഷം ഉണ്ട്. ആ 2.5 ലക്ഷത്തിന് എത്ര ശതമാനം ടാക്സ് കൊടുക്കണം, 5% ടാക്സ് കൊടുക്കണം. ഇനി 5 മുതൽ 10%, 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയാണ് ടാക്സബിൾ ഇൻകം എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്ലാബില് 20% ആയിരിക്കും. അതായത് ഇപ്പോൾ 6 ലക്ഷമാണ് അയാളുടെ ഇൻകം എന്ന് വിചാരിക്കാം. ആദ്യത്തെ 2.5ക്ക് ഇല്ല, പിന്നത്തെ 2.5ക്ക് 5%, ബാക്കി എത്രയാണുള്ളത്, 1 ലക്ഷം. ആ 1 ലക്ഷത്തിന് എത്ര ശതമാനം ടാക്സ് കണക്കാക്കേണ്ടി വരും, 20% ടാക്സ് കണക്കാക്കേണ്ടി വരും. ഓക്കെ,
അപ്പോൾ നിങ്ങൾ ഈ സ്ലാബ് ജസ്റ്റ് പഠിക്കുക, പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും. ആദ്യത്തെ 2.5ക്ക് ടാക്സ് ഇല്ല, പിന്നത്തെ 2.5ക്ക് അതായത് 5 ലക്ഷം വരെ 5%, പിന്നത്തെ 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ഉള്ളതിന് 20%, 10 ലക്ഷത്തിൽ മേലെ വരികയാണെങ്കിൽ എത്ര വരും? 30% വരും. ഇത് ആർക്കൊക്കെയാണ് ബാധകമായിട്ടുള്ളത്? ഇൻഡിവിജ്വൽ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, ഈ കാറ്റഗറിയിലുള്ളവർക്കൊക്കെ വരും. ഏജ് എന്ന് പറയുന്നത് ബിലോ 60 ആണെങ്കിലാണ് ഈ കാറ്റഗറി വരാം. ഇനി 60-നും 80-നും ഇടയിലാണ് അവരുടെ പ്രായം എന്നുണ്ടെങ്കിൽ അവരെ എന്തായിട്ട് പറയും? സീനിയർ സിറ്റിസൺ ആയിട്ട് പറയും. സീനിയർ സിറ്റിസൺ ആണ് എന്നുണ്ടെങ്കിൽ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് 3 ലക്ഷം വരെ അവർക്ക് ടാക്സ് ഉണ്ടായിരിക്കില്ല. 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെ, അതായത് 2 ലക്ഷത്തമ്മേ എത്ര രൂപ അവര് ടാക്സ് അടക്കേണ്ടി വരും? 2 ലക്ഷത്തിന്റെ 5% ടാക്സ് അടക്കേണ്ടി വരും. ഇനി 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയാണെങ്കിൽ അവരുടെ ടാക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 20% ആയിരിക്കും. അതായത് അയാളുടെ ഇൻകം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6 ലക്ഷം ആണെന്ന് വിചാരിക്കാം. അയാൾ സീനിയർ സിറ്റിസൺ ആണ്. ആദ്യത്തെ 3 ലക്ഷത്തിന് അയാൾക്ക് ടാക്സ് വരുമോ? വരില്ല. ബാക്കി വരുന്ന 2 ലക്ഷത്തിന് 5% വെച്ചിട്ട് 2 ലക്ഷം ഇൻറ്റു 5% ടാക്സ് വരും. പിന്നെ ബാക്കി എത്രയുണ്ട്? 1 ലക്ഷം. ആ 1 ലക്ഷത്തമ്മഴാണ് 20% ചാർജ് ചെയ്യുക. ഓക്കെ, അപ്പൊ ആ ഒരു റേറ്റ് അനുസരിച്ച് കൊണ്ടാണ് അയാളുടെ ഏജ് എന്ന് പറയുന്നത് 60-നും 80-നും ഇടയിൽ വരികയാണെങ്കിൽ ചാർജ് ചെയ്യേണ്ടതായിട്ട് വരാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, സൂപ്പർ സീനിയർ സിറ്റിസൺ. സൂപ്പർ സീനിയർ സിറ്റിസൺ എന്ന് പറയുമ്പോൾ അയാളുടെ ഏജ് 80-ന് മേലെയാണെങ്കിൽ 5 ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ല. പക്ഷെ 5-നും 10-നും ഇടയിലാണെങ്കിൽ അയാളുടെ ടാക്സ് റേറ്റ് 20%-ഉം എബവ് 10 lakh ആണെങ്കിൽ അയാളുടെ ടാക്സ് റേറ്റ് എത്രയാണ്? 30% ആണ്. അപ്പോൾ ഈ സ്ലാബ് ഏകദേശം നിങ്ങൾ ബൈ ഹാർട്ട് തന്നെ പഠിക്കേണ്ടതാണ്. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന പ്രോബ്ലത്തിലൊക്കെ ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ മുന്നേ പറഞ്ഞിരുന്നു മാക്സിമം മാർജിനൽ റേറ്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാക്സിമം മാർജിനൽ റേറ്റ് എന്ന് പറയുന്നത് 30%, സർചാർജ് എന്ന് പറയുന്നത് 7%, എഡ്യൂക്കേഷൻ സെസ് എന്ന് പറയുന്നത് 4% എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ സർചാർജ് is levied on the amount of income tax at the following rates if total income of an assessee exceeds specified limit. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു ചില സമയത്ത് സർചാർജ് ചിലവർക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ജസ്റ്റ് അതൊന്ന് പറഞ്ഞു പോയി. അപ്പൊ ഇവിടെ പറയുന്നത് അപ് ടു 50 lakh ആണ് അയാളുടെ ഇൻകം എന്നുണ്ടെങ്കിൽ 50 ലക്ഷം വരെ സർചാർജ് ഈടാക്കേണ്ട കാര്യമില്ല. 50 ലക്ഷത്തിനും 1 കോടിക്കും ഇടയിലാണ് അയാളുടെ ഇൻകം എന്നുണ്ടെങ്കിൽ സർചാർജ് 10%, ഈ വർഷം മുതൽ 10%, അതുപോലെ തന്നെ 1 കോടിയേക്കാൾ മേലെയുണ്ടെങ്കിൽ 15% ആണ് സർചാർജ്. സർചാർജിന്റെ റേറ്റ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 50 ലക്ഷം വരെ സർചാർജ് ഉണ്ടായിരിക്കില്ല. 50 ലക്ഷത്തിനും 1 കോടിക്ക് ഇടയിലാണെങ്കിൽ 10%, മോർ ദാൻ 1 crore ആണെങ്കിൽ 15% ആണ്. എഡ്യൂക്കേഷൻ സെസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4% ആണ് എഡ്യൂക്കേഷൻ സെസ് വരാ. ഇനി റിബേറ്റ് ഉണ്ട്. സെക്ഷൻ 87A നമുക്ക് റിബേറ്റ് കിട്ടുന്നുണ്ട്. The rebate is available to a resident individual if his total income does not exceed rupees 3,50,000. അയാളുടെ ടോട്ടൽ ഇൻകം 3,50,000 ആണെങ്കിൽ അയാൾക്ക് സെക്ഷൻ 87A പ്രകാരം റിബേറ്റ് കിട്ടും. അതുപോലെ തന്നെ the amount of rebate shall be 100% of income tax or rupees 2,500 whichever is less. അയാൾക്ക് 3.5 ലക്ഷത്തിൽ താഴെയാണ് അയാളുടെ ഇൻകം, അതായത് 3 ലക്ഷം ആണെന്ന് വിചാരിക്കുക. അപ്പൊ അയാൾക്ക് എത്ര രൂപ റിബേറ്റ് കിട്ടും? 3 ലക്ഷത്തിന്റെ 100 എത്രയാണോ ടാക്സ് വരുന്നത് അത് 100% കിട്ടും, അല്ലെങ്കിൽ 2,500 രൂപ വരെ കിട്ടും. അതായത് ഏതാണോ കുറവ് അതാണ് കിട്ടുക. മാക്സിമം ലിമിറ്റ് എത്ര വരെ കിട്ടുള്ളൂ? 2,500 രൂപ വരെ കിട്ടുള്ളൂ. ഓക്കെ, ഈ റൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോവാണ്. എക്സാമ്പിൾസ് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റിൽ കുറെ എക്സാമ്പിൾസ് ഉണ്ട്. ഞാനിവിടെ 2-3 എക്സാമ്പിളേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ നോക്കാം. എന്നിട്ട് നിങ്ങളുടെ ബുക്കിലുള്ള എക്സാമ്പിൾസ് നോക്കിയിട്ട് നന്നായി പഠിക്കാനായിട്ട് ശ്രമിക്കാം. Mr. F has an estate in Kottayam. Compute his business income if he derives the following income during the previous year. ഇവിടെ നമുക്ക് ടോട്ടൽ ഇൻകം തന്നിട്ടുണ്ട്. ഈ ടോട്ടൽ ഇൻകത്തിൽ നിന്ന്
എത്രത്തോളം ബിസിനസ് ഇൻകം ഉണ്ടെന്ന് വേർതിരിച്ചെടുക്കാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബിസിനസ് ഇൻകത്തിന്റെ സ്ലാബുകൾ നമുക്കറിയാം. അതായത് നേരത്തെ നമ്മളൊരു സ്ലാബിൽ അഗ്രികൾച്ചറൽ ഇൻകം എത്ര ശതമാനം ഉണ്ടെന്നും അതുപോലെ തന്നെ ബിസിനസ് ഇൻകം എത്ര ശതമാനം ഉണ്ടെന്ന് ഞാൻ സ്ലാബ് വഴി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ റൂൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇവിടെ നമ്മളോട് അഗ്രികൾച്ചറൽ ഇൻകം അല്ല കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, എന്താണ്, ബിസിനസ് ഇൻകം ആണ്. അപ്പൊ ബിസിനസ് ഇൻകത്തിന്റെ റേറ്റ് ആണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ കൾട്ടിവേഷൻ ആൻഡ് മാനുഫാക്ചർ ഓഫ് കോഫി മാനുഫാക്ചർ ചെയ്യുമ്പോൾ ബിസിനസ് ഇൻകം എത്ര ശതമാനമാണ്? 25%. ടോട്ടൽ ഇൻകം 3.5 ലക്ഷമാണ്. അപ്പൊ 3.5 ലക്ഷത്തിന്റെ 25% ബിസിനസ് ഇൻകം, ദാറ്റ് ഈസ് 87,500. ഇനി റബ്ബർ മാനുഫാക്ചറിങ്, അവിടെ ടോട്ടൽ ഇൻകം 5 ലക്ഷം, അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 35%. 5 ലക്ഷത്തിന്റെ 35% കാണുമ്പോൾ 1,75,000. ടീ പ്രൊഡക്ഷൻ ടോട്ടൽ ഇൻകം 7 lakh ആണ്. ബിസിനസ് ഇൻകത്തിന്റെ റേറ്റ് എന്ന് പറയുന്നത് 40%. 7 ലക്ഷത്തിന്റെ 40% എന്ന് പറയുന്നതാണ് 2,80,000. നെക്സ്റ്റ് വൺ നഴ്സറി ആണ്. നഴ്സറി ടോട്ടൽ അഗ്രികൾച്ചറൽ ഇൻകം ആണ്. അഗ്രികൾച്ചറൽ ഇൻകം ആയതുകൊണ്ട് ബിസിനസ് ഇൻകം ആയിട്ട് വരുമോ? ബിസിനസ് ഇൻകം ആയിട്ട് വരില്ല. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ബിസിനസ് ഇൻകം എന്ന് പറയുന്നത്. നോട്ട് ചെയ്തെടുക്കുക, നന്നായി പഠിക്കാൻ നോക്കുക. ബിസിനസ് ഇൻകം അഗ്രികൾച്ചറൽ ഇൻകം വേർതിരിച്ചെടുക്കുന്ന പ്രോബ്ലം സാധാരണ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലം സാധാരണ വരാറുണ്ട്. Next example, the following are the incomes of Mr. S for the previous year 2018-19. Income from business 6 lakh, agricultural income 40,000. Compute tax liability for the assessment year 2019-2020. ടോട്ടൽ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? അഗ്രികൾച്ചറൽ ഇൻകത്തിനെ എക്സ് ആയിട്ടും അതർ ഇൻകത്തിനെ വൈ ആയിട്ട് എടുക്കുക. എക്സ് പ്ലസ് വൈ നോക്കി കഴിഞ്ഞാൽ ടോട്ടൽ ഇൻകം കിട്ടി. ഇവിടെ അഗ്രികൾച്ചറൽ ഇൻകം എക്സ് എന്ന് പറയുന്നത് 40,000, വൈ എന്ന് പറയുന്നത് 6 ലക്ഷമാണ്. അപ്പൊ അയാളുടെ ടോട്ടൽ ഇൻകം എത്രയായി? 6,40,000. ആദ്യം B1 കാൽക്കുലേറ്റ് ചെയ്യണം. B1 കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ 6,40,000 ടാക്സ് ലൈബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. ഇയാള് ഏജ് പറയാത്തത് കൊണ്ട് ഫസ്റ്റ് സ്ലാബിലാണ് വരിക. ആദ്യത്തെ 2.5 ലക്ഷം രൂപ അയാൾക്ക് ടാക്സബിലിറ്റി ഇല്ല. നെക്സ്റ്റ് 2.5 മുതൽ 5 ലക്ഷം വരെയാണ് സെക്കൻഡ് സ്ലാബ്, അതായത് 5% സ്ലാബ്. അപ്പൊ 6,40,000 ആണ് അയാളുടെ ഇൻകം. അപ്പൊ ആദ്യത്തെ 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെയുള്ള 2.5 ലക്ഷത്തമ്മേ 5% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടാക്സ് ലൈബിലിറ്റി എത്ര വരും? 12,500 വരും. അപ്പൊ നമ്മുടെ ടോട്ടൽ 5 ലക്ഷം കഴിഞ്ഞു. ടോട്ടൽ ഇൻകം എത്രയാ? 6,40,000. ബാക്കി ഇനി എത്രയാ ഉള്ളത്? 1,40,000. ആ 1,40,000 നെക്സ്റ്റ് സ്ലാബിലേക്ക് പോകും. അതായത് നെക്സ്റ്റ് സ്ലാബിന്റെ റേറ്റ് എത്രയാണ്? 20% ആണ്. അപ്പൊ 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ 20% ആണ്. അപ്പൊ നെക്സ്റ്റ് സ്ലാബില് 1,40,000 20% എന്ന് പറയുമ്പോൾ 28,000 വരും. അപ്പൊ B1 എന്ന് പറയുന്നത് ടോട്ടൽ എത്ര വന്നു? 40,500 വന്നു. അപ്പൊ B1 കിട്ടി. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇൻകം ടാക്സ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് A+Y ആണ്, അല്ലെ? സോറി, A+X ആണ്. A എന്ന് പറയുന്നത് എന്താണ്? എത്രത്തോളം ഇയാൾക്ക് എക്സംഷൻ ലിമിറ്റ് ഉണ്ട്, ദാറ്റ് ഈസ് A. അപ്പൊ A എന്ന് പറയുന്നത് 2.5 ലക്ഷവും X എന്ന് പറയുന്നത് എന്താണ്? അഗ്രികൾച്ചറൽ ഇൻകം. അപ്പൊ A+X എന്ന് പറയുന്നത് 2,90,000. അതായത് അയാൾക്ക് എക്സംഷൻ ഉള്ളത്, അയാൾ ഓർഡിനറി സിറ്റിസൺ ആണ്, 60 വയസ്സിന് താഴെ ആയതുകൊണ്ട് 2.5 ലക്ഷമാണ്. അഗ്രികൾച്ചറൽ ഇൻകം 40,000 ആയതുകൊണ്ട് അയാളുടെ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത് 2,90,000 ആയിരിക്കും. 2,90,000 അയാളുടെ ടാക്സ് ലൈബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ 2.5 ലക്ഷം രൂപയ്ക്ക് അയാൾക്ക് ടാക്സ് വരുന്നുണ്ടോ? ആദ്യത്തെ 2.5 ലക്ഷം രൂപയ്ക്ക് അയാൾക്ക് ടാക്സ് വരുന്നില്ല. അതായത് എക്സംഷൻ ലിമിറ്റ് ആദ്യത്തെ 2.5 ലക്ഷം വരും. അപ്പൊ അയാളുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 2,90,000 2,50,000 ടാക്സ് ഇല്ല. ആ ടാക്സ് ഇല്ലാത്ത ലിമിറ്റും കൂടിയും എക്സംപ്റ്റ് ചെയ്യുമ്പോൾ ബാക്കി എത്ര രൂപയുടെയാണ് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരാ? ബാക്കി നമുക്ക് 2,90,000 2,50 കുറച്ച് കഴിയുമ്പോൾ ബാക്കിയുള്ള ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? 40,000 ആണ്.
40,000ന്റെ സ്ലാബ് എന്ന് പറയുന്നത് സെക്കൻഡ് സ്ലാബ് ആണ്. അതായത് 2,50,000 മുതൽ 5 ലക്ഷം വരെ വരുന്ന സ്ലാബിന്റെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 5% ആണ്. ആ 5% നമുക്ക് എന്തായിട്ട് വരും? ടാക്സ് ലയബിലിറ്റി ആയിട്ട് വരും. അപ്പോൾ 40,000ന്റെ 5% എന്ന് പറയുന്നത് എത്ര രൂപയായിട്ട് വരും? നമുക്ക് 2,000 രൂപയായിട്ട് വരും. അപ്പോൾ B2 എന്ന് പറയുന്നത് എത്രയാണ്? 2,000 ആണ്. അപ്പോൾ നമുക്ക് B1 കിട്ടി, B2 കിട്ടി. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? B1 മൈനസ് B2 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ B1ൽ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് 40,500ഉം B2 എന്ന് പറയുന്നതിൽ ടാക്സ് ലയബിലിറ്റി എത്രയാണ്? 2,000 ആണ്. അപ്പോൾ നമ്മൾ ടാക്സ് പേയബിൾ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? B1 മൈനസ് B2, ദാറ്റ് ഈസ് ദ സ്റ്റെപ്പ് 3. B1 മൈനസ് B2 വരുമ്പോൾ നമുക്ക് എത്ര വരും? 40,500 മൈനസ് 2,000 എന്ന് പറയുമ്പോൾ 38,500 വരും. ഇതിന് പുറമെ നമുക്കറിയാം, നേരത്തെ പറഞ്ഞ ലിമിറ്റ് വരുന്നുണ്ടോ? അതായത് 50 ലക്ഷം വരെ സർചാർജ് ഉണ്ടോ? ഇല്ല. ഇവിടെ 50 ലക്ഷം വന്നിട്ടില്ല. ഇയാളുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എത്രയേ വന്നിട്ടുള്ളൂ? 6,40,000 വന്നിട്ടുള്ളൂ. അപ്പൊ 6,40,000 നിന്ന് ഈ എമൗണ്ട് എന്ന് പറയുന്നത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാൾക്ക് സർചാർജ് വരില്ല. അപ്പൊ ഇനി എന്താണ് നമുക്ക് ആഡ് ചെയ്യാനുള്ളത്? 4% സെസ്. സെസ് എന്തുമ്പോഴാണ് ചാർജ് ചെയ്യുന്നത്? എത്രയാണോ ടാക്സ് പേയബിൾ, ഇവിടെ എത്രയാണ്? 38,500 ആണ്. ആ 38,500ന്റെ 4% ആയിരിക്കും സെസ്. അപ്പൊ ടോട്ടൽ എമൗണ്ട് എത്രയായി? 38,500 പ്ലസ് 1,540. അപ്പൊ അയാളുടെ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 40,040 ആണ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പ്രൊസീജിയർ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം നമ്മൾ സ്റ്റെപ്പ് 1ൽ B1 കണ്ടുപിടിച്ചു, സ്റ്റെപ്പ് 2ൽ B2 കണ്ടുപിടിച്ചു. എന്നിട്ട് B1 മൈനസ് B2 കാണുമ്പോൾ ടാക്സ് പേയബിൾ കിട്ടി. അതുമേ സെസ്സും കൂടി ചാർജ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഇയാളുടെ ഏജ് എന്ന് പറയുന്നത് സീനിയർ സിറ്റിസൺ ആണ്. 66 വയസ്സായിട്ടുള്ള ആളായതുകൊണ്ട് എക്സംഷൻ ലിമിറ്റ് എത്രയാണ്? 3 ലക്ഷമാണ്. ഇയാളുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്, ഇയാൾക്ക് എന്തൊക്കെ ഇൻകം കിട്ടിയിട്ടുണ്ട്? ബിസിനസ് ഇൻകം കിട്ടിയിട്ടുണ്ട്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടിയിട്ടുണ്ട്, ഇൻകം ഫ്രം അഗ്രികൾച്ചറൽ ഇൻകം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇയാളുടെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്ന എക്സ് 1 lakh, Y എന്ന് പറയുന്നത് എന്താണ്? ബിസിനസ് ഇൻകം പ്ലസ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് 4,93,000. അപ്പൊ എക്സ് എന്ന് പറയുന്നത് 1 lakhും Y എന്ന് പറയുന്നത് 4,93,000. So what is the total income? That is x plus y, that is 5,93,000. Total income എന്ന് പറയുന്നത് 5,93,000 ആണ്. അപ്പൊ ഈ 5,93,000 സ്റ്റെപ്പ് 1 പ്രകാരം ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വീണ്ടും എടുക്കാം. ആദ്യത്തെ സ്ലാബ് എത്രയാണ്? 3 ലക്ഷമാണ്. 3 ലക്ഷത്തമ്മേ അയാൾക്ക് ടാക്സ് ലയബിലിറ്റി ഇല്ല, എക്സംഷൻ. പിന്നെന്താണ്? പിന്നത്തെ 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെ 5% ആണ് സ്ലാബ് റേറ്റ്. അപ്പൊ അയാളുടെ 2 ലക്ഷത്തമ്മേ, അടുത്ത 2 ലക്ഷത്തമ്മേ 5% കണക്കാക്കുമ്പോൾ ടാക്സ് എത്ര വരും? 10,000 വരും. അപ്പൊ നമ്മുടെ 5 ലക്ഷം കഴിഞ്ഞു. ഇനി എത്രയുണ്ട്? ബാക്കി 5,93,000 ഇനി ഒരു 93,000 കൂടി ഉണ്ട്. അത് നെക്സ്റ്റ് സ്ലാബിലാണ് വരാം. അതെത്രയാണ്? 20% ആണ്. അപ്പൊ 93,000 20% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അയാളുടെ ടാക്സ് എത്ര വന്നു? 18,600 വന്നു. അപ്പൊ ടോട്ടൽ B1 എന്ന് പറയുന്നത് എത്ര വന്നു? 10,000 പ്ലസ് 18,600 28,600 വന്നു. ഓക്കെ. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? B2 കണ്ടുപിടിക്കണം. B2 കണ്ടുപിടിക്കാൻ വാട്ട് ഈസ് A? എക്സംഷൻ എമൗണ്ട് എത്രയാണ്? 3 lakh. അപ്പൊ A കിട്ടി. നമുക്ക് നേരത്തെ അറിയാം എക്സ് എത്രയാണ് അല്ലേ? അപ്പൊ എക്സ് പ്ലസ് എ അല്ലെങ്കിൽ എ പ്ലസ് എക്സ് എത്രയാണ്? 3 ലക്ഷം പ്ലസ് അഗ്രികൾച്ചറൽ ഇൻകം ആയ 1 ലക്ഷം കൂട്ടുമ്പോൾ ടോട്ടൽ 4 ലക്ഷം അല്ലേ? അപ്പൊ ആ 4 ലക്ഷത്തമ്മഴാണ് B2 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 4 ലക്ഷത്തിൽ ആദ്യത്തെ 3 ലക്ഷത്തമ്മ ടാക്സ് വരുമോ? ഇല്ല. പിന്നത്തെ 1 ലക്ഷം, അതായത് 3 മുതൽ 5 ലക്ഷം വരെയാണെങ്കിൽ എത്ര ശതമാനമാണ്? 5%. അപ്പൊ നെക്സ്റ്റ് സ്ലാബ് എത്രയാണ്? 5%. ആ 5%ൽ 1 ലക്ഷത്തമ്മ കണക്കാക്കുമ്പോൾ എത്ര വരും? 5,000 വരും. ദാറ്റ് ഈസ് ദ B2, 5,000. ഇനി ടാക്സ് പേയബിൾ കണക്കാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? B1 മൈനസ് B2, 28,600 മൈനസ്
5000 എത്ര വന്നു? 23,600 വന്നു. ഇനി സർചാർജ് വരുമോ? ഇല്ല. ടോട്ടൽ ഇൻകം 50 ലക്ഷത്തിൽ താഴെ ആയതുകൊണ്ട് സർചാർജ് വരില്ല. ഇവിടെ സെസ് എത്രയാണ്? 4% ആണ്. 4% ഏതുമ്പോഴാണ് കണക്കാക്കുന്നത്? 23,600ന്റെ 4%, 944 രൂപ. ടാക്സ് 23,600ഉം സെസ് 944ഉം കൂടി കൂട്ടുമ്പോൾ ടോട്ടൽ ടാക്സ് ലൈബിലിറ്റി എത്ര വന്നു? 24,544 വന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ 3 എക്സാമ്പിളും പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള എക്സാമ്പിളും കൂടി നോക്കുമ്പോൾ ഏകദേശം എങ്ങനെയാണ് ടാക്സ് ലൈബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി നിങ്ങൾ കൂടുതൽ സംശയങ്ങൾ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ആവർത്തിയും കൂടി തിയറി പഠിക്കുമ്പോഴാണ് തിയറി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഏകദേശം ഇത്തിരി നീണ്ടു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഞാൻ ഈ മോഡ്യൂൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ലെങ്തി ആയിട്ട് എടുത്തത്. അപ്പൊ ഫസ്റ്റ് മോഡ്യൂൾ നമ്മുടെ ഓവറോൾ തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോ ആസ് ഇറ്റ് ഈസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പറയുന്ന പ്രകാരം ജൂലൈ 7th നിങ്ങൾക്ക് എക്സാം വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇനി ഓൺലൈൻ ക്ലാസ്സുകൾ നിർത്തിവെക്കും. അപ്പൊ ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് പോകണ്ടല്ലോ, മോഡ്യൂൾ 1 തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ലെങ്തി ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അഗ്രികൾച്ചറൽ ഇൻകം ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോബ്ലം ചെയ്യുമ്പോഴോ തിയറി വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ക്ലാരിറ്റി കിട്ടിയിട്ടില്ലെങ്കിലോ ഇന്ററാക്ഷന്റെ സമയത്ത് ചോദിക്കാൻ നോക്കാം. അതുപോലെ തന്നെ ഒന്ന് നോക്കി മനസ്സിലാക്കുക. ഇന്ററാക്ഷൻ സമയത്ത് എന്തായാലും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, അതുകൊണ്ട് ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെക്കുക, തിയറി പഠിക്കുക. നെക്സ്റ്റ് വീക്കിൽ തന്നെ ടെക്സ്റ്റ് വരും. അപ്പോൾ അതും കൂടി വെച്ചിട്ട് നിങ്ങൾ പഠിക്കാൻ നോക്കാം. നിങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ട് ഇപ്പോൾ എക്സാം ആസ് ഇറ്റ് ഈസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാം കഴിയുമ്പോഴത്തേക്കൊക്കെ ടെക്സ്റ്റ് മേടിച്ചാൽ മതി, തിരക്ക് പിടിക്കാൻ നിൽക്കണ്ട. ഇതോടൊപ്പം നിങ്ങൾ S4 കൂടി പഠിക്കണം. ഓക്കെ, താങ്ക് യു.